ഓശാനയുടെ ഈ ദിവസം യേശുതമ്പുരാനെ നോക്കി ഒരു ലോകം മുഴുവൻ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അർത്ഥമുള്ള ഓശന്ന ഓശന്ന ദാവീദ് പുത്രന് ഓശന്ന എന്ന് ആർത്തു വിളിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു വലിയ കാലഘട്ടമാണ്. 2020 ഈ ഓശാനയുടെ കാലഘട്ടത്തിൽ ദേവാലയത്തിലെ ആരാധന നമ്മെ വല്ലാതെ മിസ് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും കുന്തിരിക്കത്തിൻ്റെ മണവും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഭവനങ്ങളിലായിരിക്കുന്ന ഒരു ക്രമത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭവനങ്ങളിൽ നിന്ന് ഓശാനയുടെ ഒരു പാട്ടുകളൊക്കെ ഉയരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമങ്ങളിൽ കൂടി യേശുതമ്പുരാൻ യെരുശലേമിലേക്ക് പോകുന്ന സമയം ലാസറിനെ ഉയർപ്പിച്ച ആ വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ട ഗ്രാമീണരും കൊച്ചു കുഞ്ഞുങ്ങളുമൊക്കെ പൂക്കൾ വിതറിയും കുരുത്തോലകൾ പിടിച്ചും വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചുമൊക്കെ തമ്പുരാന് വലിയ ഒരു സ്വീകരണം ഒരുക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യാവതാരത്തിൽ യേശുതമ്പുരാന് ലഭിച്ച ആദ്യത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഒരു സ്വീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ പട്ടണം തമ്പുരാനെ തള്ളിപ്പറയുകയും കുരിശിക്കുകയും ചെയ്യുന്നുള്ളത് അതിൻ്റെ ഒരു വൈരുദ്ധ്യമായിട്ട് അവശേഷിക്കുകയാണ്. കൊറോണയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ചുകൂടി നല്ല ഒരു ലോകത്തിനു വേണ്ടി ഈ കാലയളവ് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങണമെന്ന് ഓർപ്പിക്കുകയാണ്. ലോകം മുഴുവൻ മരണം സംഹാരതാണ്ഡവമാടുന്ന, രോഗികൾ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് സാമ്പത്തിക, സാമൂഹിക, ആധ്യാത്മിക മേഖലകളിലൊക്കെ വലിയ ജീർണതകൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി നന്മയിലേക്ക് ഈ കാലഘട്ടം നമ്മളെ ഒരുക്കട്ടെ. ഒരുപക്ഷെ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് പ്രകൃതിയെയൊക്കെ നോക്കുമ്പോൾ കുറേയും കൂടി പ്രകൃതി ശുദ്ധമായിരിക്കുന്ന പ്രകൃതി നമ്മളോട് പറയുന്നത് ഇനിയുള്ള കാലഘട്ടം കുറെ കൂടി ശുദ്ധതയോടുകൂടി ജീവിക്കണമെന്ന് തന്നെയാണ്. സ്വാർത്ഥത വല്ലാതെ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴുതയെ പറ്റിയുള്ള ഒരു രസകരമായിട്ടുള്ള കഥ വായിച്ചത് ഇങ്ങനെയാണ്. ഓശാനയ്ക്ക് യേശുതമ്പുരാൻ കഴുതക്കുട്ടിയുടെ മേൽ കയറി വരുമ്പോൾ വലിയൊരു സ്വീകരണം കിട്ടുന്നുണ്ട്. ആ സന്തോഷത്തോടുകൂടി കഴുത ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുകയാണ്. പിറ്റേന്ന് ഇതേ സമയമാകുമ്പോൾ കഴുത വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല. അത് കുറെ മുക്കറയൊക്കെ ഇട്ട് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾ മുഴുവൻ ആ കഴുതയ്ക്ക് എതിരെ കല്ലെറിയുകയാണ്. അവിടെ ആ കഴുത ഒരു വലിയ തിരിച്ചറിവുണ്ടാകുന്നുണ്ട്, തമ്പുരാൻ എൻ്റെ ജീവിതത്തിലില്ല എങ്കിൽ ഞാനൊരു ബിഗ് സീറോ ആകുമെന്ന്. നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. തമ്പുരാനെ വഹിക്കുവാൻ സാധിക്കാതെ പോകുന്ന ജീവിതങ്ങളൊക്കെ വലിയ ഒരു പരാജയമാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതം തമ്പുരാന് വേണ്ടി മാറ്റിവെക്കണമെന്നുള്ള ഒരു ആഹ്വാനം കൂടി ഈ ഓശാനയുടെ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തു ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. നന്മയായിട്ട് കുറച്ചുകൂടി ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കട്ടെ. കാട്ടിലെ മൃഗത്തെ തർക്കിക്കുന്നതായിട്ടൊരു കഥയും കൂടി ഇതിൻ്റെ കൂടെ ഒപ്പം വായിക്കാം. ആട് പറയുന്നുണ്ട്, തമ്പുരാന്റെ ജനനത്തെ പറ്റി ഞാനാണ് ആദ്യം കേട്ടത്, അതുകൊണ്ട് ഞാനാണ് ശ്രേഷ്ഠ. പശു പറയുന്നു, ഞാനാണ് യേശു തമ്പുരാനെ ആദ്യമായിട്ട് കണ്ടത്, അതുകൊണ്ട് ഞാനാണ് മിടുക്കി. കഴുത വലിയ അവകാശമൊന്നും നൽകുന്നില്ല, പക്ഷേ പറയുന്നുണ്ട്, തമ്പുരാൻ എൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട്. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ കയറുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ ധനമല്ല, ജീവിതത്തിൽ സമ്പത്തല്ല, ആയുധബലമല്ല, സൗഹൃദങ്ങളല്ല ബലമെന്നുള്ളത് ഈ കാലഘട്ടം നമ്മളോട് പറയുന്നുണ്ട്. മറിച്ച് തമ്പുരാൻ കൂടെയുള്ള നന്മയുള്ള ഒരു കൊച്ചു ജീവിതമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഓശാനയുടെ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത, നന്മയ്ക്ക് അനുകൂലമായിട്ട് ശബ്ദമുയർത്തുവാൻ സാധിച്ച ഒരു കാലഘട്ടം കൂടിയാണ്. തമ്പുരാന്റെ ഒത്തിരി അത്ഭുത പ്രവർത്തനങ്ങളും ഒത്തിരി നല്ല വാക്കുകളും ഒക്കെ കിട്ടിയപ്പോഴും അവന് പലപ്പോഴും കല്ലേറുകളും തിക്താനുഭവവും ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷേ ഈ യാത്രയിൽ അവനെ സ്വീകരിക്കുകയാണ്. വലിയ ആർപ്പുവിളിയോടുകൂടി പൂക്കളൊക്കെ എറിഞ്ഞ് കുരുത്തോലുകളൊക്കെ വിതറി സ്വന്തം വസ്ത്രങ്ങളൊക്കെ വഴിയരികിൽ വിരിച്ചു തന്നെ തമ്പുരാനെ വിരിച്ചൊരുക്കിയ ഒരു വലിയ സ്വീകരണമാണ് നൽകുന്നത്. ഇത് നമ്മളോട് പറയുന്നത് സമൂഹത്തിന്റെ നന്മ തിരിച്ചറിയുക എന്നുള്ള ഒരു വലിയ ഒരു ആഹ്വാനം കൂടിയുണ്ട്.
തിന്മയുടെ അന്ധകാരം വല്ലാതെ വളരുന്ന ഈ കാലയളവിൽ നന്മയുടെ ഒരു ദീപമായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അതുകൊണ്ടൊക്കെ ആകാം ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ ദീപം തെളിക്കണമെന്നൊക്കെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ കുറെ ആൾക്കാരൊക്കെ അതിനെ പരിഹസിക്കുന്നുണ്ട്. പക്ഷെ നന്മയുടെ ഒരു പ്രകാശമായി ഈ കാലഘട്ടം ഉയരട്ടെ. ചില പ്രതീകങ്ങളെ നമുക്ക് ഒരിക്കലും തിരസ്കരിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ ഭവനങ്ങളിലും ഈ പ്രകാശം തെളിയിക്കുമ്പോൾ അത് നന്മയുടേത്. ഭാരതം എന്ന് പറയുന്നത്, ലോകമെന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കേണ്ടുന്നതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പരസ്പരം മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പേരിൽ പരസ്പരം നമ്മൾ ചിഹ്നിച്ചു നിന്നാൽ ഒരുപക്ഷെ മൊത്തത്തിൽ നാശമായിരിക്കും. എന്നാൽ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഒത്തിരി നന്മകൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. ട്രോളുകളുടെ ഈ കാലഘട്ടത്തിൽ നന്മയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു ആഹ്വാനം കൂടി ഈ കുഞ്ഞു ബാലകരുടെ വായിൽ നിന്നുയരുന്ന നന്മയുടെ ഈ സ്തുതിപാടുകൾ നമുക്ക് നൽകുന്നുണ്ട്. മറ്റുള്ളവരിലെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഈ കാലഘട്ടം തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശമെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ദൈവം എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു കാലയളവായിട്ട് ഇതിനെ നമുക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കൊക്കെ നീ കടന്നു വരണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം തമ്പുരാന്റെ ഒരു സാന്നിധ്യം മാത്രമേ ലോകത്തെ പുതുക്കുവാൻ സാധിക്കത്തുള്ളൂ. തമ്പുരാന്റെ സാന്നിധ്യം ഉള്ള ഒരു കാലഘട്ടമായി ഇത് മാറട്ടെ. ആയുധങ്ങൾക്കോ ധനങ്ങൾക്കോ അതുപോലെ തന്നെ ആഡംബരത്തിനോ ഈ ലോകത്തിന്റെ പുളപ്പുകൾക്കോ ഒന്നും ഈ ലോകത്തെ രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന് ഈ കാലഘട്ടം നമുക്ക് പറയുന്നുണ്ട്. വലിയ വലിയ സാമ്പത്തിക ആയുധ ശക്തികളൊക്കെ പകച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ വക്താക്കളാകുവാൻ നമുക്ക് സാധിക്കണം. സംഹാരദൂതൻ ഇസ്രായേലിന്റെ പാളയത്തിൽ ഇസ്രായേലിൽ വലിയ സംഹാരം നടത്തുമ്പോൾ തമ്പുരാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, സ്റ്റേ അറ്റ് ഹോം. നിങ്ങൾ ഭവനത്തിൽ തന്നെ നിൽക്കുക. പ്രാർത്ഥനയോടുകൂടി മുദ്ര വെച്ച ഒരു ഭവനമായിട്ട് തീരട്ടെ. നമ്മുടെ ദേവാലയത്തിലേക്കൊക്കെ പോകുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായിരിക്കണമേ. ചില ജീവിതത്തിൽ വന്നിരിക്കുന്ന, സമൂഹത്തിൽ വന്നിരിക്കുന്ന വേദനകളൊക്കെ മാറി ഒരു നല്ല പുലരിയിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. ദേവാലയം തീർച്ചയായിട്ടും അവിടെ പോകുവാൻ സാധിക്കാത്തത് നമുക്ക് ഒരു നൊമ്പരമായി അവശേഷിക്കണം. ഈ നൊമ്പരം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ആരോഗ്യമുണ്ടെങ്കിൽ, ഇനിയും തമ്പുരാൻ അവസരം തരികയാണെങ്കിൽ നിന്റെ ആലയത്തിൽ നിരന്തരം പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ കൂടി ഇത് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഓശാനയുടെ ഈ കാലയളവ് തമ്പുരാനെ വഹിക്കുന്ന ഒരു കാലയളവാകട്ടെ. നമ്മുടെ പ്രകൃതി ഒരുങ്ങുന്നു, നമ്മുടെ സമൂഹം ഒരുങ്ങുന്നു, നമ്മുടെ വ്യക്തി ജീവിതം ഒരുങ്ങുന്നു. ഒരുങ്ങാതിരുന്നാൽ നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതത്തിന് മാത്രമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ദാവീദ് പുത്രന് ഓശാന എന്ന് സാധാരണപ്പെട്ടവരിൽ സാധാരണക്കാർ ഉയർത്തി പാടുമ്പോൾ ഒരുപക്ഷെ ലോകത്തിലും ഇന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കുന്ന ഒരു കാലയളവാണ്. ഏറ്റവും ധനികനെന്നോ രാഷ്ട്രത്തിന്റെ തലവനെന്നോ ഏറ്റവും ദരിദ്രനെന്നോ സമൂഹത്തിൽ ഇന്ന ജോലി ചെയ്യുന്നവരെന്നൊന്നുമില്ല. എല്ലാവരെയും വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. നാം ഒരുമിച്ച് നിന്നുകൊണ്ട് നന്മയുടെ ഒരു പുതിയ കാലഘട്ടം സൃഷ്ടിക്കുവാൻ, സ്നേഹത്തിന്റെ, കരുതലിന്റെ, കരുണയുടെ ഒരു കാലഘട്ടം സൃഷ്ടിക്കുവാൻ ഈ ഓശാനയുടെ കാലഘട്ടം ഇടയാകട്ടെ. പല ഭവനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കളാകാം, പല ചെടികളിൽ നിന്ന പൂക്കളാകാം. പക്ഷെ എല്ലാം കൂടി യേശു തമ്പുരാന്റെ കാൽക്കലേക്ക് വീഴുമ്പോൾ അത് ഒന്നായി തീരുകയാണ്. നന്മയിൽ ഒന്നായി തീരുവാൻ ഇടയാകട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.